പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങി ആദ്യ നാൾ മുതൽക്കേ തന്നെ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇരുപക്ഷവും സ്വയം അവകാശപ്പെടുന്നത് ഹോർമൂസ് തങ്ങൾക്ക് സ്വന്തമാണ് എന്നൊരു വാദമാണ്. മാത്രമല്ല, ഹോർമൂസ് തുറുപ്പു ചീട്ടാക്കി തന്നെയാണ് ഇറാന് മുന്നോട്ട് കരുക്കൾ നീക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ബന്ധമുള്ള കപ്പലുകളെ തടയാനുള്ള US നീക്കത്തിനിടെ കടലിടുക്കിലൂടെ തന്നെ ഇറാന്റെ സ്വത്തല്ല എന്ന് UAE നിലപാട് എടുക്കുകയും വലിയ രീതിയിൽ ഇതൊരു പ്രശ്നമാവുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ സ്വത്താകില്ല എന്ന് US വ്യക്തമായ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഈ പ്രഖ്യാപനം ഇറാനെ പ്രകോപനത്തിലാക്കാൻ കൂടുതൽ കഴിഞ്ഞു എന്നതും ഒരു വസ്തുതയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഹോർമൂസിനെ മോചിപ്പിക്കാനുള്ള രാജ്യാന്തര ശ്രമങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുമെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആകട്ടെ ബഹ്റൈൻ രാജാവുമായി തന്നെ ഇവിടെ ഒരു കൂടിക്കാഴ്ച നടത്തിയതായും വെളിപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ ആക്രമണങ്ങളെ തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മധ്യസ്ഥ ചർച്ചകളിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി തന്നെ പങ്കെടുക്കണമെന്ന് ഖത്തർ ഇതിനോട് ആവശ്യപ്പെടുകയാണ്. അതായത് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾ എടുക്കണമെന്ന് ഇറാനോടായി തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ചർച്ചകളിൽ സമുദ്രപാതകളെ വിലപേശൽ ഉപകരണമാക്കരുതെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇരുവരും തമ്മിൽ നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖ്ചിയുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഹോർമൂസ് തുറക്കണമെന്നും ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ട് USന്റെ അന്യായ ആവശ്യങ്ങളും ഉപരോധവും മൂലമാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. US സെൻട്രൽ കമാൻഡ് നൽകിയ ആ ഒരു അറിയിപ്പ് പ്രകാരം ഒരു ഒമാൻ തീരം, ഹോർമൂസ് കടലിടുക്ക് എന്നിവിടങ്ങളിലേക്കാണ് കപ്പൽ ഉപരോധമെന്നാണ് UK മാരിടൈം ഓപ്പറേഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമാബാദിൽ ലോകം ഉറ്റുനോക്കിയ ഈ ഒരു സമാധാന ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയ ഒരു സാഹചര്യം അത് താനായി തന്നെ വരുത്തിവെച്ചതാണ് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത്. ചർച്ചകൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുകയായിരുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി താൻ ഫോണിൽ സംസാരിച്ചുവെന്നും ഇതിന് പിന്നാലെയാണ് ചർച്ചകൾ അവിടെ വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറിയോടുകൂടി തന്നെ പരാജയപ്പെട്ടതെന്നതാണ് ഇപ്പോൾ നെതന്യാഹു ക്യാബിനറ്റിനെ പോലും അറിയിച്ചിരിക്കുന്നത്. സമാധാന ഉടമ്പടിയിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോയതാണ് എല്ലാ നീക്കങ്ങളെയും അത് തകർക്കാൻ കാരണമായതെന്നും നെതന്യാഹു ഇവിടെ വിശദീകരണമായി തന്നെ നൽകുന്നുണ്ട്. വെടിനിർത്തൽ അംഗീകരിക്കുമെന്നും ഹോർമൂസ് കടലിടുക്കിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമെന്നും ഇറാൻ ചർച്ചയിൽ സമ്മതിക്കുകയാണ് ചെയ്തത്. എന്നാൽ പറഞ്ഞ വാക്ക് പാലിക്കാനോ കവാടങ്ങൾ ഉടൻ തന്നെ തുറക്കാനോ ഇറാൻ തയ്യാറായില്ല എന്നതും വസ്തുതയാണ്. ഇറാന്റെ ഈ ലംഘനം അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എന്നതാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.